പോക്സോ കേസിൽ അറസ്റ്റിലായ സാമൂഹ്യ പ്രവർത്തകൻ ജോസഫ് കുറ്റവിമുക്തനായി. ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി. പ്രതി നിരപരാധിയാണെന്നും ആൺസുഹൃത്തുമായുള്ള ബന്ധം വീട്ടിൽ പറയുമോ എന്ന ഭയത്താൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴി മാറ്റി. പക്ഷേ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം 285 ദിവസം പിന്നിട്ടു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാമുകനെ പ്രതിയാക്കി നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ വിചാരണ ഉടൻ ആരംഭിക്കും. ജോസഫിന് 2 വർഷം മുമ്പാണ് കേസിൽ ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ ജോസഫ് പറഞ്ഞറിയിക്കാനാകാത്ത ആശ്വാസം അനുഭവിക്കുന്നു. പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത സംഭവം പറയുമ്പോൾ ജോസഫ് വികാരാധീനനാകും. അവരെന്നോട് കുറ്റം ചെയ്തോ എന്ന് ചോദിച്ചൊന്നുമില്ല. ആദ്യമായിട്ടാണ് പോലീസ് പിടിക്കുന്നത്. മാത്രമല്ല, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് എന്നെക്കുറിച്ച് ആരും മറ്റു രീതിയിൽ പറയത്തൊന്നുമില്ല. എന്നാൽ ഒന്നും പറയാതെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ജോസഫ് പറഞ്ഞു. എന്നാൽ ജോസഫിന് ആരോടും പരിഭവമില്ല. പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റു ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അത് എന്തു വന്നാലും നമ്മൾ അനുഭവിച്ചു. ജീവിതത്തിൽ അത് മറക്കില്ല, തിരിച്ചു കിട്ടത്തില്ല ഒന്നും. പിന്നെ എന്നെ അറിയാവുന്നവരൊക്കെ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ മക്കളൊക്കെ എൻ്റെ ഒപ്പം നിന്നു എന്നാണ് ജോസഫ് പറയുന്നത്. ജീവിതം പച്ച പിടിക്കാൻ തയ്യൽ പണി തൊട്ട് സെക്യൂരിറ്റി പണി വരെ ചെയ്തിട്ടുണ്ട് ജോസഫ്. 10 വർഷം മുമ്പ് ക്യാൻസർ ബാധിച്ച് ഭാര്യ മരിച്ചു. അതോടെ മക്കൾക്കൊപ്പമായി ജീവിതം. ഇതിനിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരീക്ഷണങ്ങൾ.